നമസ്കാരം. വൈത്താരിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഇന്ന് കലാമണ്ഡലം കൃഷ്ണദാസ്, മാർഗി കൃഷ്ണദാസ്, വെറും കൃഷ്ണദാസ് ഒക്കെ ആയി അറിയുന്ന കൃഷ്ണദാസിൻ്റെ കലാ അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ, ഇതൊക്കെയാണ് നമുക്കിന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളെക്കുറിച്ചും അതിനോടൊപ്പം തന്നെ പറയട്ടെ. വെള്ളിനേഴി ആനന്ദ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത്, എൻ്റെ ഗുരുനാഥൻ്റെ മകൻ, അങ്ങനെ 2 പേരാണ് ഇന്നത്തെ അതിഥികൾ ആയി എനിക്ക് ലഭിച്ചിട്ടുള്ളത്. മാർഗി കൃഷ്ണദാസൻ എന്നത് കലാകാരൻ കലാമണ്ഡലത്തിൽ ദീർഘകാലം അഭ്യസിക്കുകയും തുടർന്ന് തിരുവനന്തപുരത്ത് മാർഗിയിൽ അധ്യാപകനാവുകയും ഇപ്പോഴദ്ദേഹം പ്രിൻസിപ്പൽ സ്ഥാനം അലങ്കരിച്ച് മാർഗിയുടെ കലാപ്രവർത്തനത്തിന് പുതിയ ഉന്മേഷവും അതിൻ്റെ ഒരു കൃത്യതയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കലാകാരനാണ്. പല്ലശ്ശന ചന്ദ്രമനേടിയാശാൻ്റെ മരുമകൻ കൂടിയാണ് ഈ മാർഗി കൃഷ്ണദാസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൊട്ടിൽ ഈ ചന്ദ്രമനേടിയാശാൻ്റെ പ്രയോഗങ്ങളുടെ പ്രയോഗങ്ങളുടെ ചാരുത, ഭംഗി, അല്ലെങ്കിൽ പ്രയോഗങ്ങളുടെ ഗൗരവം ഒക്കെ കാണാവുന്നതാണ്. മാർഗി കൃഷ്ണദാസിനും ഇതുപോലെ ധാരാളം കഥകൾ അദ്ദേഹത്തിൻ്റെതായും ചന്ദ്രമനേടിയാശാൻ്റേതായും അരങ്ങിലേതായും കൊട്ടുമായി ബന്ധപ്പെട്ടതും പറയാനുണ്ട്. അതെല്ലാം ചോദിച്ചറിയുന്നത് വെള്ളിനേഴി ആനന്ദ് എന്ന എൻ്റെ ഗുരുനാഥൻ കലാമണ്ഡലം അച്ചുണ്ണി പൊതുവാളാശാൻ്റെ മകനാണ്. അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. എനിക്ക് ഇഷ്ടപ്പെട്ട 2 വ്യക്തികളുടെ ഒരു സംഗമം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അത്തരം ഒരു സംഭാഷണമാണ് ഇന്നുള്ളത്. വെള്ളിനേഴി ആനന്ദ് കുണ്ടൂർകുന്ന് ഹൈസ്കൂളിൽ, ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി അധ്യാപകനാണ്. ഒപ്പം അദ്ദേഹം വാദ്യമേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നത് അദ്ദേഹത്തിന് ആ കലയോടുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ്. മേളമാവട്ടെ, തായമ്പകയാവട്ടെ, കേളിയാവട്ടെ, കഥകളി അരങ്ങിൽ ചില കൊട്ടുകളാവട്ടെ, എന്നതുപോലെ കച്ചേരികൾക്കാവട്ടെ, കഥകളിപ്പദ കച്ചേരികൾക്ക്, ഇതിനൊക്കെ അദ്ദേഹം കൊട്ടാൻ പോകുന്നുണ്ട്. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ സന്തത സഹചാരി എന്നതുപോലെ വ്യക്തി ജീവിതത്തിലും അരങ്ങ് ജീവിതത്തിലും ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് വെള്ളിനേഴി ആനന്ദ്. അദ്ദേഹത്തിൻ്റെ ഭാഷയിലുള്ള കൃത്യത അത് ജീവിതത്തിലുമുണ്ട്. അദ്ദേഹത്തിൻ്റെ അരങ്ങിലും അത് കാണാവുന്നതാണ്. സ്കൂളിലെ അധ്യാപന പരിശീലന പ്രയോഗത്തെക്കുറിച്ച് എനിക്കത്ര അറിവില്ല. എങ്ങനെയും മാർഗി കൃഷ്ണദാസിൻ്റെയും വെള്ളിനേഴി ആനന്ദിൻ്റെയും ഈ സംഭാഷണത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. കഥകളി മേളാചാര്യ പരമ്പരയിലെ വിവിധ കാലത്ത് ഉണ്ടായിരുന്ന കലാകാരന്മാർ, ഒപ്പം തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മേള കലാകാരന്മാർ, ഇവരുടെ എല്ലാവരുടെയും ജീവിതവും കലയും പുറം ലോകത്തേക്ക് അറിയിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഇന്നിവിടെ നടക്കുന്നത്. ആധുനിക കാലത്തെ കഥകളി ചെണ്ട കലാകാരന്മാരിൽ
ഏറെ സ്വീകാര്യനും പ്രഗത്ഭനുമായ ശ്രീ കലാമണ്ഡലം കൃഷ്ണദാസാണ് ഇന്ന് നമ്മോടൊപ്പം അല്പനേരം സംസാരിക്കുന്നത്. കൃഷ്ണദാസിന് സ്വാഗതം. നമസ്കാരം. കൃഷ്ണദാസിൻ്റെ ജന്മസ്ഥലം പല്ലശ്ശനയാണ്, പാലക്കാട് അടുത്തുള്ള പല്ലശ്ശനയാണ്. നമുക്ക് ഏവർക്കും അറിയാം, പല്ലശ്ശന എന്ന് പറയുന്ന ഗ്രാമം മേളവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമമാണ്. അപ്പോൾ അവിടുത്തെ മേള പാരമ്പര്യവും അവിടുത്തെ കുട്ടിക്കാലവും എങ്ങനെയാണ് കൃഷ്ണദാസിനെ സ്വാധീനിച്ചത്? ഈ മേഖലയിലേക്ക് വന്നെത്താനുണ്ടായൊരു സാഹചര്യം എന്തായിരുന്നു എന്ന് ഒന്ന് വിശദീകരിച്ചത് നന്നായിരുന്നു. അതെ, പാലക്കാട് ജില്ലയിലെ പല്ലശ്ശന എന്ന ഗ്രാമത്തിലാണ് എൻ്റെ ജനനം. കുട്ടിക്കാലം മുതൽ തന്നെ അവിടെ ഒരുപാട് മേളങ്ങൾ കേൾക്കാനും തായമ്പ കേൾക്കാനും ഉള്ള അവസരം വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായി. പല്ലശ്ശന പഴയ കാവ് തന്നെയാണ്. എൻ്റെ മുത്തച്ഛൻ കൃഷ്ണമന്നാടിയാർ, അമ്മാവൻ്റെ അമ്മാവൻ ഗോപാലമന്നാടിയാർ, അമ്മാവൻ ചന്ദ്രമന്നാടിയാർ, അതുമാതിരി പല്ലശ്ശന പത്മനാഭമാരാർ, അദ്ദേഹത്തിൻ്റെ അനുജൻ ചന്ദ്രമാരാർ, അദ്ദേഹത്തിൻ്റെ മരുമകൻ പൊന്നുകുട്ടമാരാർ, വേലായുധ മന്നാടിയാർ, അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കലാകാരന്മാർ. പിന്നെ ഉത്സവ സമയമാകുമ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ചെതലി രാമമാരാർ, എല്ലാവരും സഹോദരന്മാർ. അപ്പോൾ എല്ലാവരുടെയും ഉത്സവത്തിന് ഓരോ ദിവസം ഓരോരുത്തരുടെ തായമ്പയും. അങ്ങനെയാണ് എനിക്കിതിനോട് താല്പര്യം വന്നു തുടങ്ങിയത്. പിന്നെ അവിടുത്തെ അഭ്യാസ രീതി വളരെ ചെറുപ്പത്തിൽ തന്നെ മുത്തച്ഛൻ്റെ അടുത്താണ് ആദ്യമായിട്ട് തായമ്പ തുടങ്ങിയത്. 4-5 വയസ്സിൽ തന്നെ തുടങ്ങി. ഒരു 20-25 മിനിറ്റ് തായമ്പ 8 വയസ്സിൽ തന്നെ അരങ്ങേറ്റം കഴിഞ്ഞു. ആ സമയത്ത് സ്കൂൾ വിദ്യാഭ്യാസം ഒന്നിച്ചെന്നെ രാത്രിയാണ് ക്ലാസ് അവിടെ അഭ്യാസം ഉണ്ടാവുക. ഈ പറഞ്ഞ മുത്തശ്ശൻ അല്ലെങ്കിൽ അമ്മാമനെ മുതൽക്കുള്ള ആൾക്കാരെ നമുക്ക് കുറച്ച് കണ്ടിട്ടും കേട്ടിട്ടും ധാരാളം പരിചയമുണ്ട്. അവരുടെയൊക്കെ ഈ മേഖല ഏതായിരുന്നു? തായമ്പകയായിരുന്നു അല്ലെങ്കിൽ മേളമായിരുന്നു? മുത്തച്ഛൻ മേളം, അതുമാതിരി കണ്യാറുകളിയിലാണ് മുത്തച്ഛൻ ഒരുപാട് കൊട്ടണത് കേട്ടിട്ടുള്ളത്. മേളമായിട്ട് തായമ്പ കൊട്ടണത് ഞാൻ കേട്ടിട്ടില്ല, കേളി കൊട്ടണത് കേട്ടിട്ടുണ്ട്. അമ്മാവൻ്റെ അമ്മാവൻ കേളിയിൽ വളരെ പ്രസിദ്ധമായിരുന്നു. അമ്മാവൻ കഥകളി ചെണ്ട കലാകാരനാണ്, പറയേണ്ട കാര്യമില്ല അത്. അപ്പോൾ ഈ ഇപ്പം കണ്യാറുകളിയെ പറ്റി സൂചിപ്പിക്കണ്ടായി. അപ്പോൾ ഈ കണ്യാറുകളി അതിൻ്റെ മേള സമ്പ്രദായവും നമ്മളിപ്പോൾ കേൾക്കുന്ന പഞ്ചാരി അല്ലെങ്കിൽ പാണ്ടി അതിൻ്റെ മേള സമ്പ്രദായവും പൊതുവേ വ്യത്യസ്തമാണോ? കണ്യാറുകളിയുടെ കൊട്ടൊരു വേറെ ഒരു രീതിയാണത്. അത് വേറൊന്നിനും ഇല്ല അങ്ങനെ ഒരു രീതി. അതുമാതിരി പാന എന്ന് പറഞ്ഞിട്ട് 12 വർഷത്തിലൊരിക്കൽ അതൊക്കെ മുത്തച്ഛനും ഗോപാലം മന്നാടിയാർ അമ്മാവൻ്റെ അമ്മാവനുമാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത് 12 വർഷത്തിലൊരിക്കൽ. ഈ മേളങ്ങൾ വേറെ ഏതിനും കണ്ടിട്ടില്ല, അതിന് മാത്രമായിട്ട് ഉള്ളതാണ് അത്. അതിനൊപ്പം കളിയുണ്ടാവും അല്ലേ? മേളത്തിൻ്റെ ഒപ്പം കളിയുണ്ട്, നൃത്തമുണ്ട്. അപ്പോൾ ആ കൊട്ടും കളിയും എന്നുള്ള ബന്ധം ഒരുപക്ഷെ അന്ന് തുടങ്ങിയതാണ് അല്ലേ? പിന്നെ അത് കഥകളി കൊട്ടായിട്ട് മാറിയത് മാത്രം. അതും കൊട്ടും കളിയും തന്നെയാണല്ലോ തീർച്ചയായിട്ടും. ഇപ്പോൾ നേരത്തെ പറഞ്ഞു 5 വയസ്സിൽ അരങ്ങേറ്റം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അരങ്ങേറ്റം കഴിഞ്ഞിട്ട് അക്കാലത്ത് ധാരാളം തായമ്പകൾ അവതരിപ്പിക്കാൻ പോയിരുന്നു. തായമ്പ പോയിരുന്നു അക്കാലത്ത്. സ്കൂള് വെച്ചിട്ട് ഒരു 25 മിനിറ്റ് തായമ്പ ഒരുപാട് പോയിരുന്നു. പിന്നെ അമ്മാവൻ അത്ര താല്പര്യം ഒന്ന് വിദ്യാഭ്യാസം അതെ. അപ്പം അങ്ങനെ കുറച്ച് നിർത്തിയിരുന്നു. എന്തായാലും തായമ്പയ്ക്ക് പോക്ക് നിർത്തിയെന്നേ ഉള്ളൂ. ഞാൻ അഭ്യാസം അവിടെ നടത്തിക്കൊണ്ടിരുന്നു. അവിടെ പല്ലശ്ശന മാരാത്താണ് അഭ്യാസം. ഒന്ന് പരമാരാച്ച ഉള്ള സമയമാണ്. അവിടുത്തെ അഭ്യാസ രീതി ഒരു പ്രത്യേക. രാത്രി അത്താഴം കഴിഞ്ഞാൽ 8:30 തുടങ്ങും സാധകം. ഒരു 11:30 മണി വരെ ഉണ്ടാവും. ശരി. പുലർച്ചയ്ക്ക് 3:15 എണീക്കും. ഒരു 6:30-7 മണിയാകും കഴിയുക. അപ്പോൾ കുറച്ചങ്ങനെ പോയപ്പോൾ എനിക്ക് പറ്റാണ്ടായി. പകൽ ഈ ഉറക്കം ശരിയാവില്ല. പിന്നെ വൈകിട്ട് ആദ്യം ഉണ്ട് 4:30 ഉണ്ട്. ഇടയ്ക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ എനിക്കൊരു വിട്ടുവീഴ്ച ചെയ്തു. ഈ രാവിലത്തെ എണീക്കൽ ഒരു 5 മണിക്ക് എണീറ്റാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ അഭ്യാസ രീതി ഉണ്ടായത്. അക്കാലത്ത് സ്വയം അഭ്യാസം ചെയ്തതിനെ പറ്റി ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്കൊരു ജീവിതം ചെണ്ട കൊണ്ട് ഉണ്ടാവും ഇല്ലെങ്കിൽ ഉണ്ടാവാം എന്നൊരു തോന്നൽ മാനസികമായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയില്ലായിരുന്നു.
ഇത് പഠിക്കുക എന്നുള്ളത് ആണ് ചെണ്ടയോട് താല്പര്യം ആദ്യമൊക്കെ ഉണ്ടെന്ന് പറയണ്ടായി. അത് കണ്ടും കേട്ടും ശീലിച്ചതിൻ്റെ ഒരു ഭാഗം. അതെ, ആ സമയത്ത് അതിനെ പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല. അത് പഠിക്കണം എന്നൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പല്ലശ്ശേരിന്ന് അരങ്ങേറ്റം കഴിഞ്ഞ് കുറച്ചു കാലം കൊട്ടി നടന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം കലാമണ്ഡലത്തിൽ പഠിക്കാനായിട്ട് എത്തിയത് എപ്പോഴാണ്? അവിടെ പിന്നെ ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചു. അപ്പോൾ അമ്മാവൻ തന്നെ തീരുമാനമായി, ഇപ്പം പഠിച്ചാൽ നേരാവില്ല എന്നുള്ള തീരുമാനം. ആദ്യത്തെ അഭിപ്രായം മാറ്റി. അതെ, മാറ്റിയിട്ട് പിന്നെ അദ്ദേഹം തന്നെ എന്നെ തായമ്പ അന്ന് ആദ്യം പഠിച്ചിരുന്ന രീതിയല്ല പിന്നെ പഠിപ്പിച്ചത്. ഞാൻ ആദ്യം പഠിപ്പിക്കുമ്പോൾ തായമ്പയുടെ ഒരു സമ്പ്രദായം അതൊന്ന് വിശദീകരിക്കാൻ പറ്റും. അതായത് ആ ഒന്നാമത്തെ എണ്ണം തന്നെ തുടങ്ങുന്നത് മുത്തച്ഛൻ പഠിപ്പിച്ചിരിക്കുന്നത് ഡ ഡ ഡ ന ഗ ന ക ന ന ക ന ന ഗ ന ക ന ന ക ന ഗ ദ ര ഗി ക ന ക. ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സമ്പ്രദായം. മുമ്പ് അങ്ങനെ ആയിരുന്നു അത്രേ. താളത്തിന് സമത്തിന് മുമ്പ് എടുക്കുന്ന. അതെ, ഇപ്പം ഈ മത്തളക്കാർ അത് ഈ ഭാഗത്തൊക്കെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുന്നതെന്നുള്ളൂ. ഇപ്പോൾ വള്ളുവനാടൻ ഭാഗങ്ങളിലൊക്കെ ഉച്ചപൂജ അല്ലെങ്കിൽ ദീപാരാധനയൊക്കെ കൊട്ടുമ്പോൾ ഈ ഒരു ശൈലി പലപ്പോഴും കൊട്ടി വരാറുണ്ട്, കൊട്ടി കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നഗ്ഗും നക്കാൻ നന്നക്കാൻ നഗ്ഗും നക്കാൻ നന്ന ഗിന്നക നക്കാം അങ്ങനെ കൊട്ടുന്ന ഒരു സമ്പ്രദായം ഉണ്ട് ഇവിടെ. അത് കേളിക്കും ചിലർ കൊട്ടി കേട്ടിട്ടുണ്ട്. ഈ ദീപാരാധന ഉച്ചപൂജ സമയത്താണ് അത് കൂടുതൽ. അത് എല്ലാ ദിക്കിലും ഉണ്ടെന്നല്ല, ഈ ഭാഗത്ത് ധാരാളമായിട്ട് കേൾക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ അവിടെ നിന്നൊക്കെ കൊടുക്കൽ വാങ്ങൽ അന്നേ ഉണ്ടായിട്ടുണ്ടാവാം. അതെ, നമുക്കറിയില്ല അതിനെ പറ്റിയിട്ട്. പിന്നെ അമ്മാവൻ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അത് മാറ്റി സമത്തിലാക്കി, കലാമണ്ഡലത്തിലെ ആ രീതിയിൽ തന്നെ ആക്കി. ശരിക്കും തായമ്പകയ്ക്കൊരു എന്താ കൃത്യമായിട്ടുള്ള ഘടനാരൂപം ഉണ്ടായത് കലാമണ്ഡലം കളരിയിൽ നിന്നാണെന്ന് വേണമെങ്കിൽ പറയാം. അതെ അതെ അല്ലേ? അതെ. അതിനു മുമ്പേ പ്രാദേശികമായിട്ടുള്ള ഒരു ചട്ടക്കൂടിലാണ് അഭ്യസിച്ചിട്ടുണ്ടാവുക. ഇത്തരം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ടാകും. അന്നൊക്കെ ആദ്യമൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഏത് കൂറാ പഠിപ്പിക്കുക? ചെമ്പക്കൂറിനെ. കടന്നക്കൂറൊക്കെ കലാമണ്ഡലത്തിൽ വന്നതിന് ശേഷമാണ്. അത് ശരി. അങ്ങനെ കലാമണ്ഡലത്തിൽ എത്തിയ സമയം അല്ലെങ്കിൽ വരാനുണ്ടായ സാഹചര്യം, തീർച്ചയായിട്ടും മന്നാടേശൻ അവിടെ അധ്യാപകനാണ്, അതുകൊണ്ട് സാഹചര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ഒന്ന്. 80 ഞാൻ കലാമണ്ഡലത്തിൽ ചേരുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂക്ക് പോയപ്പോൾ അന്ന് കൃഷ്ണൻകുട്ടി പോളാശാനായിരുന്നു ഇൻ്റർവ്യൂ ചെയ്ത്. അപ്പോൾ എന്തൊക്കെ പഠിച്ചിട്ട് ചോദിച്ചു. അപ്പോൾ തായമ്പ കേളി ഒക്കെ അറിയാമെന്ന് പറഞ്ഞപ്പോൾ ചമ്പക്കൂർ ആണ് കൊട്ടാൻ പറഞ്ഞത്. ചമ്പക്കൂറിൻ്റെ അവസാനത്തെ എണ്ണം കൊട്ടി കലാശിക്കാൻ. അങ്ങനെ ഇൻ്റർവ്യൂവിൽ കിട്ടി. അന്ന് കൂടെ പങ്കെടുത്ത ആരെങ്കിലും ഓർമ്മയുണ്ടോ? ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത് ഏതിലാ? ഇൻ്റർവ്യൂവിനോ? കലാമണ്ഡലം ഇൻ്റർവ്യൂവിൽ അന്ന് എത്ര ആൾക്കാണ് അഡ്മിഷൻ കിട്ടിയത് അവിടെ കലാമണ്ഡലത്തിൽ? കലാമണ്ഡലത്തിൽ 4 വർഷം ഞാൻ തോറ്റു, സാഹിത്യത്തിൽ തോറ്റിട്ട് ഒരു കൊല്ലം ഫീസ് കൊടുത്ത് പഠിക്കേണ്ടതായിട്ട് തോന്നുന്നു. ശരി. അപ്പോൾ എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നത് ഒരു രാമചന്ദ്രൻ മട്ടന്നൂർ, പിന്നെ ഗുരുവായൂരുള്ളൊരു പരമേശ്വരൻ നമ്പൂരി, പിന്നെ കൊല്ലത്തുള്ളൊരു ആൾ, പിന്നെ ഒരു രാധാകൃഷ്ണൻ മടവൂർ, അവരൊക്കെ ആയിരുന്നിട്ട് കൂടി ഉണ്ടായിരുന്നു. അതിലിപ്പോൾ രാധാകൃഷ്ണൻ മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് നടക്കണത്. അങ്ങനെ കലാമണ്ഡലത്തിലെത്തി അവിടെ പഠിക്കാൻ ചേർന്നു. അവിടുത്തെ ഗുരുനാഥന്മാരെ പറ്റിയിട്ടും അവിടുത്തെ അഭ്യസന രീതിയെക്കുറിച്ചൊന്ന് പറയൂ. ഞാൻ ചേരുമ്പോൾ അന്ന് പൊതുവാളാച്ചാൻ അച്ഛനപ്പോളാച്ചാൻ ഒരു യാത്രയിലായിരുന്നു. ചേർന്ന സമയത്ത് അവിടെ ഇല്ല. അച്ഛനപ്പോളാച്ചാൻ ടൂർ അമേരിക്ക ടൂർ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് പകരം ടെമ്പററി ആയിട്ട് കലാമണ്ഡലം ബലരാമാശാനായിരുന്നു ഉണ്ടായിരുന്നത്. കൃഷ്ണൻകുട്ടിപ്പോളാച്ചാൻ വാരണാസി ആശാനായിരുന്നു അന്ന്. അമ്മാവനുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു അഭ്യാസം അതിനെക്കുറിച്ചൊന്ന്. അന്ന് ഈ പറഞ്ഞ പോലെ അമ്മാവൻ പറഞ്ഞത് പൊതുവാൾ വിസിറ്റിംഗ് പ്രൊഫസറാണ് കൃഷ്ണൻകുട്ടിപ്പോളാച്ചാൻ. കൃഷ്ണൻകുട്ടിപ്പോൾ വന്നിട്ട് തുടങ്ങിയാൽ മതി എന്നിട്ട് പൊതുവാളാച്ചാനാണ് എന്നെ കളിക്കോട്ട് തുടങ്ങിച്ചത്. അന്ന് മന്നാടിയാരാച്ചാൻ ഒരു വിട്ടുവീഴ്ചയൊന്നുമില്ല. നമുക്ക് മരുമകനാണെന്നുള്ള ഒരു വിട്ടുവീഴ്ചയൊന്നുമില്ല. അവരിങ്ങനെ ഒരു വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഒരു വിട്ടുവീഴ്ചയില്ല. പിന്നെ കളിക്കോട്ട് തുടങ്ങി, ഒരുമിച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ ഈ തായമ്പയൊക്കെ പഠിച്ചതുകൊണ്ട് കളിക്കോട്ട് വേഗം പോയി. പിന്നെ അപ്പോഴേക്ക് പിന്നെ അച്ഛൻ്റെ പിളാശാൻ വന്നു. പിന്നെ മന്നാടിയാരാച്ചാൻ്റെയും അച്ഛൻ്റെ പിളാശാൻ്റെയും ക്ലാസ്സായിരുന്നു. പിന്നെ
അതായത് അരങ്ങേറ്റം ആ വർഷം തന്നെ ഫെബ്രുവരിയിൽ അരങ്ങേറ്റം പുറപ്പാട് മണപ്പം നാട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടായത്. പല്ലശ്ശന വെച്ചിട്ടാണ് ഉണ്ടായത്. അന്ന് മുത്തച്ഛനൊക്കെ പ്രായമായിരിക്കുകയാണ്, അമ്മാവൻ്റെ അമ്മാവനും ഒക്കെ. അപ്പോൾ അവിടെ വെച്ച് ചെയ്യണം. ഇപ്പം നേരത്തെ സൂചിപ്പിക്കേണ്ടായി, പല്ലശ്ശനയിൽ രാത്രി 8:30 to 11:30 വരെ അഭ്യാസം, രാവിലെ 3 മണിക്ക് തുടങ്ങിയിട്ട് വീണ്ടും 6:30 വരെ. അത് ബുദ്ധിമുട്ടായി എന്നൊരു വാചകം കൂടി സൂചിപ്പിക്കണ്ടായി. ഇവിടെ വന്നപ്പോഴത്തെ അവസ്ഥയോ കളിച്ചതിനൊക്കെ മീതയാണോ മടയിൽ? അല്ല, ഇവിടെ സാധകം 4:30 എണീക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു എണീക്കാനൊരു ബുദ്ധിമുട്ടൊന്നും അന്ന് തോന്നിയിരുന്നില്ല. 4:30 മുതൽ 6:30 വരെയാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞാൽ മിക്കവാറും ആശാന്മാർ, വാരണാശേഷാൻ പറയും, ഈ സാധകം കഴിഞ്ഞ വഴി ഓടണം, അത് ഇരട്ടി ബലം ചെയ്യുന്നൊക്കെ പറയും. അപ്പോൾ അത് പിന്നീടാണ് മനസ്സിലായത് എന്താ വിഷയം എന്നുള്ളത്. അപ്പോൾ ഈ ആശാന്മാർക്ക് ചായ വാങ്ങിക്കാൻ പോകണം. അത് ഓടി പോയി കൊണ്ടുവരണം. അത് ഈ അലുമിനിയം പാത്രമാണ്. ഇത് ചൂടാറുമ്പോഴേക്ക് ഏകദേശം ഒരു 3/4 കിലോമീറ്റർ 1 കിലോമീറ്റർ ഉണ്ട് അവിടെ CG-ക്കാരൻ്റെ കിണ. ഇവിടുന്ന് വേണം ചായ കൊണ്ടുവരാൻ. ഇത് ചൂടാറുമ്പോഴേക്കും ഇവിടെ എത്തണം. അതാ വിഷയം. അതാണ് അത് പിന്നീടാണ് മനസ്സിലായത്. ശരി, വ്യായാമമായി. അതെ, ആശാന്മാരുടെ പരിചരണമായി. അതെ. അങ്ങനെ അരങ്ങേറ്റം കഴിഞ്ഞു. അല്ല, ഈ അഭ്യാസത്തെ പറ്റി കുറച്ചുകൂടി വിശദമായിട്ട് പറയാം. സാധകം കഴിഞ്ഞു. ചായ കൊണ്ട് കൊടുത്തു. അപ്പം കുളിക്കാൻ വെള്ളം ഉണ്ടാവില്ല അവിടുത്തെ. അന്ന് വെള്ളത്തിന് വലിയൊരു ക്ഷാമമുള്ള സമയമാണ്. ആശാന്മാർക്ക് കുളിക്കാനുള്ള വെള്ളം അടുത്ത് എവിടെന്നെങ്കിലും പോയി കൊണ്ടുവരും. അത് കഴിഞ്ഞ് 8:15 ഇവിടെ എത്തണം ക്ലാസ്സിന്. അപ്പോൾ ഈ ഓണമാകുമ്പോഴേക്ക് തന്നെ പുറപ്പാട് കൂട്ടാൻ വിട്ടു കളരിയിൽ. ഓണ വെക്കേഷന് മുമ്പ് തന്നെ ചൊല്ലിയാട്ടത്തിന്. അപ്പോൾ പുറപ്പാട് ആദ്യത്തെ ദിവസം 3-ാം നോക്ക് തെറ്റി, അടി ഒരുപാട് കൊണ്ടു. പിറ്റേ ദിവസം തെറ്റാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ ശ്രദ്ധിച്ച് അങ്ങനെ കുട്ടി തെറ്റിയതൊന്നുമില്ല. പക്ഷേ പിന്നെയും വന്നപ്പോൾ അടിയായിരുന്നു. അതെന്താ ഇടത്തേക്ക് പോലും ശബ്ദം കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട്, വേണ്ട പോലെ രണ്ടും വേറെ ആകുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൊല്ലം വെക്കേഷൻ തുടങ്ങുകയാണ്, ഓണ വെക്കേഷൻ. അപ്പോൾ അത് അന്നൊരു അതിൻ്റെ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു. അമ്മാവൻ്റെ മരുമകൻ, രണ്ടാമത്തെ മകളുടെ ഭർത്താവ് മരിച്ചിട്ട് മൂപ്പർക്ക് അവിടെ ടെലിഗ്രാം വന്നു ഓഫീസിൽ. അപ്പം വരുമ്പോൾ വളരെ വിഷമമായിട്ടാണ് വന്നത് മൂപ്പർ. പാലപ്പുറത്തായിരുന്നല്ലോ വീട്. അപ്പം എനിക്ക് ഒരു സന്തോഷം ഉണ്ടായിച്ചത് തുറന്നു പറയാമല്ലോ. ഈ കുറച്ച് ദിവസം ഈ അടി ഒഴിവായി കിട്ടുമല്ലോ. കാരണം എനിക്ക് ഈ മറ്റുള്ളവർക്കൊക്കെ ഈ വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ സന്തോഷമാണ്, എനിക്ക് ദുഃഖമാണ്. കാരണം വീട്ടിൽ പോയാൽ മൂപ്പരുടെ ക്ലാസ് ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടാവും. അവിടെ പോയാലും അതെ. അപ്പോൾ പ്രസാദ് അപ്പോൾ കുറച്ചായിരുന്നു മൂപ്പരോട് പഠിച്ചുള്ളൂ, നിർത്തി മൂപ്പരുടെ അടി കാരണം. അപ്പം മകനാ പറഞ്ഞിട്ട് കാര്യമില്ല, അതും വിട്ടുവീഴ്ചയില്ല, അടി എല്ലാ ആൾക്കും ഒരുപോലെ തന്നെ. അപ്പോൾ പിന്നെ ആ സമയത്തേക്ക് പ്രസാദ് കോട്ടയ്ക്കിലേക്ക് പോയിട്ടുണ്ടോ? ഇല്ല. അവൻ 82-ലോ 83-ലാണ് പ്രസാദ് കോട്ടയ്ക്ക് ചേർന്നത്. പിന്നെ കലാമണ്ഡലത്തിൽ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ കലാമണ്ഡലം ഉണ്ണീഷേട്ടൻ അവിടെ വന്നു. പിന്നെ അധ്യാപകനായിട്ട് വന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും പിന്നെ കൂടെ കളിക്ക് കൊട്ടാനും അന്നൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, ജയകുമാർ. അപ്പോൾ അവരുടെ ട്രൂപ്പിൽ ഉണ്ണീഷേട്ടനും ഞാനുമാണ് കളിക്കുന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കൊട്ടും. ചുരുക്കം 4-ാമത്തെ കൊല്ലം തോറ്റു. സാഹിത്യത്തിൽ തോറ്റ് വിവരം ഞാൻ അറിഞ്ഞു. ഏകദേശം 1 മാസം അമ്മാവനെ കാണാണ്ട് നടന്നു. മൂപ്പര് എൻ്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുക. രാവിലെ 8:30 വരും രാവിലത്തെ കാപ്പ് കുടിക്കാൻ. ഞാനൊരു 8:15 വിളിച്ചാടും. പിന്നെ ദൂരത്ത് നോക്കിയാൽ കാണാം, പോണത് കാണും. ഉച്ചയ്ക്ക് 12 മണിക്ക് ഊണ് കഴിക്കാൻ വരും. 12:15 ഞാൻ പുറത്ത് ചാടും. ഇങ്ങനെ 1 മാസം എന്താ ഉണ്ടാവുമെന്നറിയില്ലോ സംഭവം. അങ്ങനെ ഒരു ദിവസം ഒരു കടയിൽ സാധനം വാങ്ങിക്കാൻ പോയി സാധനം വാങ്ങി നോക്കുമ്പോൾ മുമ്പ് പുറകിൽ നിൽക്കുന്നു. ആകെ പരിഭ്രമായി. നീ സാഹിത്യത്തിൽ തോറ്റുമില്ലടാ, നന്നായി, 1 കൊല്ലം കൂടെ പഠിക്കാമല്ലോ, അത്രയും ഗുണമാണ്. ഇതിനാണ് ഇപ്പോൾ 1 മാസം ഞാൻ കാണാണ്ട് മുങ്ങി നടന്നു. മൂപ്പര് നന്നായിട്ടാണ് പറഞ്ഞു, 1 കൊല്ലം കൂടി ചെണ്ട അഭ്യസിക്കാമല്ലോ. ആ രീതിയിൽ പോസിറ്റീവായിട്ട് എടുത്തു. അതെ. അങ്ങനെ അവിടുത്തെ കോഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ കലാമണ്ഡലത്തിലെ കോഴ്സ് അവസാനിപ്പിക്കുന്ന ഒരു സന്ദർഭം ഇപ്പോൾ സൂചിപ്പിക്കണ്ടായി.
അപ്പോൾ ചേർന്ന കാലത്ത് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെണ്ട അധ്യാപകരെ പറ്റി സംസാരിച്ചു. കൃഷ്ണൻകുട്ടി പോളാശാൻ, അച്ഛനുണ്ണി പോളാശാൻ, മണ്ണാടി ആശാൻ, വാരണാസി ആശാൻ. ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റ് വിഭാഗങ്ങളിലെ ഗുരുനാഥന്മാരെ ഒന്ന് ഓർമ്മിക്കാൻ പറ്റുമോ? എല്ലാവരെയും നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റിക്കോളുന്നില്ല, ഓർമ്മ വരുന്നവരെ. വേഷത്തിന് രാമുടി നാരാശാൻ, പത്മനാഭ നാരാശാൻ, ഗോപി ആശാൻ, ഭാഷപ്പെട്ട ആശാൻ, ജി ആശാൻ, ഉള്ള മദ്ദളത്തിന് അപ്പക്കുട്ടി പുതോള ആശാൻ, നമ്പീശൻകുട്ടി ആശാൻ, നാരായണ ആശാനൊക്കെ പിന്നെ വന്നു. അവരൊക്കെ പിന്നീടാണ് വന്നത്. അതുമാതിരി പാട്ടിന് ഗംഗാധരാശാൻ, രാമവരരാശാൻ, മാടമ്പി ആശാൻ, അങ്ങനെയുള്ള തുള്ളൽ മറ്റേ തുള്ളലാശാൻ ഉണ്ടായിരുന്നു, ദിവാകരൻ നായരാശാൻ, പാട്ട് പള്ളാശാൻ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആശാന്മാരാണ് അവിടെ. നേരത്തെ ഒരു സാഹിത്യത്തിൽ പരാജയപ്പെട്ടൊരു ഇത് പറഞ്ഞു, അത് പഠിപ്പിച്ചിരുന്ന ആരാ? അന്ന് ആദ്യം ഇളയത് മാഷായിരുന്നു, പിന്നെ ഒരു പണിക്കര് മാഷ് വന്നു. അപ്പോൾ അദ്ദേഹമാണ് ഒരു തോറ്റത് ഞാൻ ആ കാലത്ത്. അത് മാതിരി ഞാൻ പഠിക്കാൻ മോശമായിരുന്നു, ആട്ടം പഠിക്കാനും അതെ. അപ്പോൾ അച്ഛനിപ്പോൾ ആശാൻ കൂടുതലും ആട്ടമാണ് പറയിപ്പിക്കുക. ഇടയിലിടയിൽ എന്നെ കളരിയിൽ നിന്ന് പുറത്താക്കും, അടി കിട്ടും. അപ്പോൾ അത് കുറച്ച് ആട്ടം പിടിക്കാനൊക്കെ മഹാ മോശമായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഇവരൊക്കെ കൂടെ തീരുമാനിച്ച് ഒരു കൊല്ലം കൂടെ നിൽക്കട്ടെയെന്ന്. അതുമാതിരി ഈ അടന്തക്കൂറൊക്കെ തന്നെ അച്ഛനിപ്പോൾ അച്ഛനാണ് തായമ്പ. അപ്പോൾ അമ്മാവൻ പറയുകയും ചെയ്യും, അച്ഛനിപ്പോളുടെ അടുത്ത് മാറി മാറി പഠിപ്പിക്കാറുണ്ട്. പൊതുവാളാച്ചാൻ വന്ന ആശാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അവരുടെ കലാമണ്ഡലത്തിൽ നിന്ന് വിട്ടുപോരുമ്പോൾ വളരെ വിഷമമായിരുന്നു എനിക്ക്. കാരണം രാത്രി കൊതുകുവല കെട്ടാൻ പോലൊരു ചടങ്ങുണ്ട്, ഇവിടെ ഉറക്കിയിട്ടേ വരുള്ളൂ. അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ വിഷമമായിരുന്നു. ഇവിടുന്ന് പോകുമ്പോൾ ആശാന്മാരെ ഇങ്ങനെ. ഞാൻ ആ കാലത്ത് കണ്ടറിവുണ്ട് എന്ന് പറയാം. ഒരുപക്ഷെ മണ്ണാടി ആശാനും അച്ഛനൊക്കെ അവിടുത്തെ ഏകദേശം തുല്യരായിട്ടുള്ളൊരു അധ്യാപകരായിരുന്നല്ലോ. അപ്പോൾ അവർ നിരവധി കാലം താമസിച്ചിരുന്ന ഒരേ ഒരു മുറിയിലാണ് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സന്ദർഭമൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഒരുപക്ഷെ ആലോചിക്കാൻ പറ്റില്ല. ഞാനത് പലപ്പോഴും ആലോചിക്കുന്നുണ്ട്. ഇവർ ഇത്രയും അതും ഒരേ ആൾക്കാർ ഒരേ വിഭാഗമാണല്ലോ ഇങ്ങനെ ഒരുമിച്ച് കഴിയണത് ഒരു വല്ലാത്തൊരു അത്ഭുതമാണ്. നമ്മളൊക്കെ ഇപ്പോൾ ഒരാഴ്ചത്തെ ടൂർ പോയാൽ നമ്മുടെ കൂടെയുള്ളവരെ വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല, നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇങ്ങനെയുള്ള ഒരു 10-18 കൊല്ലം ഒരേ റൂമിൽ വളരെ അത്ഭുതകരമായിട്ട് തോന്നിയിട്ടുണ്ട്. വളരെ അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അച്ഛനിപ്പോൾ ഞാൻ ചിലപ്പോൾ പറയും, പിന്നെ അമ്മാവൻ്റെ കൂടെ കിടക്കാൻ പറ്റില്ല, രാത്രി കൂർ കമ്പനി ഭയങ്കരമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുഴപ്പമുണ്ട് അമ്മാവനെ. അപ്പോൾ അത് വളരെ അത്ഭുതമാണ്, നമുക്കത് ആലോചിക്കാൻ പോലും പറ്റില്ല. അവർ എത്ര സ്നേഹത്തോടുകൂടി അവർ കഴിഞ്ഞതും ഒക്കെ വളരെ അത്ഭുതകരമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതെ 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 അതെ. ആ കാലത്ത് തമ്മിലൊരു ബഹുമാനം, ഈ പരസ്പര ബഹുമാനം ഉണ്ടായിരുന്നു. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അച്ഛനും അമ്മാവനും പൊതുവാളാശാനും ഒക്കെ വാരണാസി അച്ഛനും. അതെ. അപ്പം അവിടെ ചൊല്ലിയാട്ടക്കളരിയിൽ ആദ്യത്തെ വർഷം തന്നെ ഓണം കഴിഞ്ഞപ്പോൾ പോകാൻ തുടങ്ങിയത് പറഞ്ഞു. പുറപ്പാടായിട്ടും മറ്റ് പിന്നീട് കഥകൾക്കും ഒക്കെ മാറിയിട്ടുണ്ടാവാം. ഏതൊക്കെ കളരിയിലാണ് സ്ഥിരമായിട്ട് പോയിരുന്നത് എന്നൊരു ധാരണ ഉണ്ടാവും, ഓർമ്മ ഉണ്ടാവും? ആദ്യം ഞാൻ എന്നെ കൊണ്ടുപോയത് അന്ന് സുബ്രഹ്മണ്യാച്ചാൻ അവിടെ ഉണ്ട് വന്ന സമയമാണ്. വേഷം അദ്ദേഹത്തിൻ്റെ കളരിയിലാണ് ഈ കുട്ടിരാവണൻ, ദൂതൻ എന്നുള്ള ഈ കുട്ടിത്തരം വേഷങ്ങൾ ആദ്യം അവിടെ പോയിരുന്നു. അത് ഈ ചൊല്ലിയാട്ടക്കളിയിൽ കൊട്ടായിരിക്കുമ്പോൾ ആരാണോ പഠിപ്പിക്കുന്നത് അധ്യാപകൻ കൂടെ ഇരുന്ന് കൊട്ടുമോ അതോ? ഉണ്ടാവും, ക്ലാസ് ഉണ്ടാവും, ആരെങ്കിലും ഒരാളുണ്ടാവും, മാമനോ ആരെങ്കിലും ഒരാളുണ്ടാവും ആദ്യമൊക്കെ കൊട്ടാരാവുന്നത് വരെ. പിന്നെ 2 കൊല്ലമായപ്പോൾ പിന്നെ ഉണ്ണീഷേട്ടനും അവരൊക്കെ വന്നപ്പോൾ പിന്നെ അവരാവും കൂടെ വരിക കുട്ടിക്കാനും. ഒന്നിലേക്ക് സീനിയർ വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ അധ്യാപകർ. അതെ അതെ. പിന്നെ ആദ്യവസാന വേഷങ്ങൾക്കൊക്കെ ചൊല്ലിയാട്ടത്തിന് കൊട്ടാൻ തുടങ്ങിയത് പിന്നെ അത് 2-3 കൊല്ലം, മൂന്നാമത്തെ കൊല്ലത്തിലൊക്കെയാണ്. അത് ഒരു രാമകുട്ടിയാച്ചാൻ്റെ കളരി പോയി ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ക്രിമീരവധമായിരുന്നു ചൊല്ലിയാട്ടം. എനിക്ക് അത്ര വലിയ പിടിയില്ല. ദുർവാസാവിൻ്റെ രംഗമായപ്പോൾ എനിക്കത് ശരിയാവണില്ല. അതിൻ്റെ ആ ഒരു അവസാന ഭാവം. അന്ന് വാരണാസിശാനാണ് ചുമതല. ആശാൻ സമയത്ത് അവിടെ ഉണ്ടായതുമില്ല. അവിടെ തന്നെ ഇറങ്ങി പോകാൻ കളരിയിൽ നിന്ന്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അവിടെ അച്ഛനിപ്പോൾ ആശാൻ എൻ്റെ കിട്ടി, കുറേ അടിയൊക്കെ കിട്ടി. അപ്പോൾ എനിക്കിതെന്താ പറയാനും അറിയാൻ പറ്റിയത്, ഇത്
ഈ ദുർവാസാവിൻ്റെ ഇതൊന്നും എനിക്ക് അറിയാനും ഇല്ല. അങ്ങനെ അവിടെ എന്താ തെറ്റിയെന്ന് പറയില്ല. നാളെ വരുമ്പോൾ ആ പദമൊക്കെ പഠിച്ചിട്ട് വരണം പറഞ്ഞ് രാത്രി ഇരുന്ന പദമൊക്കെ പഠിച്ചിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മ രാമകൃഷ്ണ കളരിയിൽ പോയിട്ട് ഗോപിയാച്ചാൻ്റെ കളരിയിൽ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ചൊല്ലി ആടാൻ ആരൊക്കെയായിരുന്നു? അന്ന് പത്മനാഭനാച്ചാൻ്റെ കളരിയിൽ അന്ന് മറ്റേ ഗുരുവായൂർ ഹരിദാസേട്ടൻ നെല്ലുവായ, പിന്നെ ഒരു വിജയകൃഷ്ണ ഉണ്ണിത്താൻ, പിന്നെ കൃഷ്ണകുമാരേട്ടൻ, മറ്റേ വിജയകുമാർ ലണ്ടൻ, കൃഷ്ണകുമാരേട്ടൻ, അങ്ങനെ അവരൊക്കെയായിരുന്നു സീനിയർമാർ ചൊല്ലിയാടാനുണ്ടായിരുന്നത്. ഹരികുമാർ ഇത് തിരുമേനി, എഴിക്കോട് എഴിക്കോട് സീനിയർ അവരൊക്കെയാണ്. എൻ്റെ കൂടെ വേഷം പഠിച്ച എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കുട്ടികൃഷ്ണൻ, വെള്ളനേഴിയുള്ള കുട്ടികൃഷ്ണൻ, ഒരു ഒറ്റപ്പാലൻ രാമകൃഷ്ണൻ, ഒരു പ്രശാന്ത് ഉണ്ടായിരുന്നു. അവരൊക്കെയാണ് വേഷക്കാർ. മദ്ദളത്തിന് കുട്ടിനാരായണൻ, നെല്ലുവായ ശശി, ഒരു ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, കിള്ളിമംഗലം ഒക്കെയായിരുന്നു. അപ്പോൾ ഏകദേശം കലാമണ്ഡലത്തിൽ നിന്ന് ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കന്നെ ചൊല്ലിയാട്ടത്തിന് ധാരാളം കുട്ടി ശീലമായി എന്ന് പറഞ്ഞു. അരങ്ങത്തും അങ്ങനത്തെ അവസരങ്ങൾ കിട്ടിയിരുന്നോ? അരങ്ങത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ കലാമണ്ഡലത്തിൽ നിന്ന് പഠിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ണീഷേട്ടൻ്റെ കൂടെ ജയകുമാറിൻ്റെ ട്രൂപ്പിലുള്ള പോയിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് കുറവാണ് കളി ആ സമയത്ത്. ഇറങ്ങിയതിന് ശേഷം ഞാൻ പുറമേയുള്ള കളികളല്ല ഉദ്ദേശിച്ചത്, കലാമണ്ഡലത്തിലെ കളികൾക്ക് പോകാൻ പറ്റിയിരുന്നു. ഒന്ന് കൊട്ടാനൊന്നും തരാവില്ല. മേജർ കളി, ജൂനിയർ കളി ഉണ്ടെങ്കിൽ ആ കാലത്ത് മൈനർ സെറ്റ് കളി ഉണ്ടായിരുന്നു. മൈനർ സെറ്റിന് കുട്ടേട്ടനും അവരുടെ അന്ന് മൈനറാണ്. അതെ, മൈനറാണ്. കുട്ടേട്ടൻ സീനിയറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടേട്ടൻ്റെ കൂടെ. അപ്പോൾ ശരിക്കും കലാമണ്ഡലത്തിൽ കഥകൾക്ക് കൊട്ടാനുള്ള സാഹചര്യം കുറവായിരുന്നു അല്ലേ? കുറവായിരുന്നു. അപ്പോൾ അവിടുന്ന് പോകുന്നതിന് ശേഷം ഇപ്പോൾ കലാമണ്ഡലത്തിൽ കോഴ്സ് കഴിഞ്ഞു, 4 വർഷം കഴിഞ്ഞു. പിന്നെ സാഹിത്യത്തിൽ പരാജയപ്പെട്ടുകൊണ്ട് വീണ്ടും ഒരു കൊല്ലം കൂടി തുടർന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു സത്യത്തിൽ. ഇനി എന്ത് എന്നുള്ളത്. കാരണം കൊട്ടാൻ ഏകദേശം ആയിട്ടുണ്ടാവും അപ്പോഴൊക്കെ ഒരുവിധം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും ചെയ്ത് പരിചയത്തിൻ്റെ കുറവാക്കാലത്തുണ്ടാവാം ഒരു പക്ഷേ. ഒരു അനിശ്ചിതത്വം മനസ്സിൽ തോന്നിയിരുന്നു. ഒരു വിഷമം ഉണ്ടായിരുന്നെങ്കിലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കഥകളിക്കൊട്ട് കിട്ടിയില്ലെങ്കിലും തായമ്പ കുറച്ചും കൂടെ താല്പര്യം ഉണ്ടായിരിക്കുമെന്ന്. തായമ്പ കൊട്ടാന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ ഈ പല്ലച്ചന മാരാത്ത് പോയി ആദ്യം തായമ്പ തുടങ്ങി. അപ്പോൾ അപ്പോഴേക്ക് പത്മനാഭനാശാൻ മരിച്ചു. പിന്നെ പല്ലച്ചന പൊന്നേട്ടനാണ് പിന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഡബിൾ തായമ്പ ബോട്ടിലും കൂടെ അഭ്യാസം അപ്പോഴേക്ക് ഈ രാത്രിയിലെ അഭ്യാസമൊക്കെ ഇല്ലാണ്ടായി. പകലേ ഉള്ളൂ. അതും നല്ല മഴയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മൂപ്പർക്ക് മടി തോന്നും, എണീക്കില്ല. അപ്പോൾ പിന്നെ ഈ തായമ്പ അങ്ങനെ അഭ്യാസം അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു നവംബർ വരെ അങ്ങനെ പോയി. അപ്പോൾ കുറച്ച് മുമ്പ് ഈ പല്ലശനത്തെ കണ്യാറുകളെ പറ്റി സൂചിപ്പിക്കണ്ടായി. കണ്യാറുകളിയുടെ ഈ കൊട്ട് ഏതെങ്കിലും രീതിയിൽ കഥകളിച്ചണ്ടയ്ക്ക് ഉപകാരമായിട്ട്, ഇല്ലെങ്കിൽ അതിൻ്റെ താളങ്ങൾ, അതിലും വൈവിധ്യമുള്ള താളങ്ങളുണ്ടെന്ന് അറിയാം. സാമ്യം ഉണ്ടായിരുന്നു ഒരുപാട്. അതിൻ്റെ കന്യാറികളുടെ കഥകളി കൊട്ടുന്നതാണോ കന്യാറി കളിക്ക് പോയിരിക്കുന്നത് ഇതെങ്ങനെ വന്നതാണെന്ന് അറിയില്ല. അതിൻ്റെ എത്ര വർഷത്തെ ഇതുണ്ടോയെന്ന് നമുക്കറിയില്ല. ഈ ചില കലാശങ്ങളൊക്കെ നമ്മുടെ അടന്തവട്ടം പോലെ രണ്ടില്ല ഇങ്ങനെ ഇത് വരുന്ന ഒരു 4 ഇരട്ടി ഉണ്ട്. 4 ഇരട്ടി ആദ്യം ഉണ്ടായിരുന്നത് വ്യത്യാസമുണ്ട്. പക്ഷെ അമ്മാവനായിട്ട് പിന്നെ നമ്മുടെ കഥകളിക്ക് ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് കാണുന്ന പത്മനാഭനാശാനാണ് അന്ന് കൊട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അമ്മാവൻ കൂടെ ഒന്ന് കൊട്ടിയിരുന്നു അന്ന കാലത്തൊക്കെ. എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ കൂടെ നിന്ന് കൊട്ടി. അത് ഇനി അടുത്ത ആൾ നമ്മൾ ചെയ്യണം എന്നുള്ള രീതിയിൽ. ഇത് ശരിക്കും പാരമ്പര്യമായിട്ടുള്ള കലയാണോ ഈ കന്യാർകളി എന്നുള്ളത്? അതെ, പാലക്കാട് മാത്രമേ ഉള്ളൂ.
പാലക്കാട് മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഈ ചെയ്യുന്നൊരു വിഭാഗം അങ്ങനെ അങ്ങനെ വല്ലതും അത് എൻ്റെ അമ്മാവനായിരുന്നു, ചെറിയ അമ്മാവനായിരുന്നു അവിടുത്തെ കളിയാശാൻ. ഇപ്പോൾ വേറെ ശങ്കരൻകുട്ടി, ചക്രപാണി എന്ന് പറഞ്ഞ 2 പേരാണ്. ഇപ്പോൾ കലാമണ്ഡലത്തിൽ നിന്ന് പോന്നു, വീണ്ടും കുറച്ച് മാസങ്ങൾ തായമ്പക വീണ്ടും അഭ്യസനം തുടർന്നു. അതിനുശേഷം നവംബർ വരെയുള്ളൊരു സന്ദർഭം സൂചിപ്പിക്കേണ്ടായി. ആ കാലത്ത്, അതായത് കലാമണ്ഡലത്തിൽ നിന്ന് പോന്നു നവംബർ വരെ നോക്കിയാൽ, ആ സമയത്തും പുറം കളികൾ ഒന്നുമില്ലായിരുന്നു, കളിയൊന്നും ഇല്ലായിരുന്നു അല്ലേ? ആ ശരി. ഒരു ഒന്നാമത്തെ വർഷക്കാലമാണ്. ആ ആ വേറെ പുറമേ നിന്ന്. അപ്പോൾ ഓണാഘോഷത്തിന് അമ്മാവൻ തിരുവനന്തപുരത്ത് പോയിട്ട് വന്നപ്പോൾ നമ്മുടെ മാർഗിയിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്നെ കൊണ്ട് പറഞ്ഞു അങ്ങനെ പൊക്കോ മാർഗിയിൽ. ഞാൻ അപ്പോൾ കുട്ടനായ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടാണ് മാർഗിയിലേക്ക് അയച്ചത്. അധ്യാപകനായിട്ടല്ല, അവിടെ നിൽക്കാൻ ചൊല്ലിയാട്ട് പഠിക്കണ രീതിയിലാണ് അന്ന് അയച്ചത്. ഏകദേശം കോട്ടക്കിലൊക്കെ ചെയ്യുന്ന പോലെ ചെന്ന് ചേരുക, പിന്നെ അവിടുത്തെ ആളാവുക എന്ന രീതിയിൽ. അത് ഏത് വർഷമാണ്? അത് 85 നവംബർ 85. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അവിടെ എത്തിപ്പെട്ടു. അവിടെ 19ാമത്തെ വയസ്സിൽ അവിടെ എത്തിപ്പെട്ടു, മാർഗിയിൽ എത്തിപ്പെട്ടു. അന്ന് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ചെണ്ടയ്ക്ക് ഗുരുനാഥന്മാരായിട്ട്? ചെണ്ടയ്ക്ക് അന്ന് രാമനമ്പൂരി ആശാനാണ് അവിടുത്തെ. ശരി. അവിടുത്തെ അധ്യാപകൻ, സ്ഥിര അധ്യാപകൻ. അതെ. അന്ന് മന്ത്രത്തിന് സാധനം ശ്രീധരാശാനായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ വേഷത്തിന് കൃഷ്ണനാരാശാൻ വിസിറ്റിംഗ് പ്രൊഫസറായിട്ടുണ്ടായിരുന്നു. ശരി. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയിട്ടും ചൊല്ലിയാട്ടത്തിന് ഒക്കെ ബുദ്ധിമുട്ടുണ്ടായില്ല, എല്ലാത്തിനും കൊട്ടാൻ. അന്ന് ഈ ചൊല്ലിയാട്ടത്തിന് കൊട്ടുമ്പോൾ ഇവിടെ കലാമണ്ഡലത്തിൽ ശീലിച്ചതും അവിടെ ചെന്ന് ശീലിക്കുന്നതും തമ്മിൽ വല്ലാതെ വ്യത്യാസം ഉണ്ടായിരുന്നു. കൃഷ്ണനാരാശാന് ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ 15 പദങ്ങൾ തന്നെ പാഞ്ചാലായാൻ തന്നെ ആശാൻ്റെ ചെറിയൊരു വ്യത്യാസം. അത് ആശാൻ പറഞ്ഞു തരും, അതെങ്ങനെയാണ്, മുമ്പ് ഇങ്ങനെ ആയിരുന്നു, പിന്നീട് മാറ്റിയതായിരിക്കും. പക്ഷേ ഇവിടുത്തെ ഒരു പിൻബലം ഉണ്ടാവുകൊണ്ട് അത് വല്ലാണ്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. പിന്നെ ആട്ടത്തിന് കൊട്ടുന്നത് ആശാൻ പറഞ്ഞു തരും. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് സ്പിറ്റ് മാക്കയുടെ പരിപാടിക്കൊക്കെ കൂടെ പോകാനും കൃഷ്ണനാരാശാൻ്റെ കൂടെ പോകാനും ഒക്കെ. അദ്ദേഹത്തിൻ്റെ വേഷം മുതൽക്ക് കൊട്ടാൻ തുടങ്ങിയിട്ട് ഏകദേശം മെയിനായിട്ട് കൊട്ടാൻ തരാറില്ല, ചൊല്ലിയാട്ടത്തിന് ഇങ്ങനെ പോകും. പിന്നെ മാറ്റം ചെണ്ടക്കാരനായിട്ട് കേശവനാശാനും അവരൊക്കെ ആയിരിക്കും ചെണ്ടയ്ക്ക്. അപ്പോൾ അവർ വെച്ചിട്ട് പോകുമ്പോൾ കുറച്ചൊക്കെ കൊട്ടാണ്. അപ്പോൾ ശരിക്കും തലമുറ നോക്കുകയാണെന്ന് വെച്ചാൽ കൃഷ്ണനാരാശ മൂലക്കുള്ള വേഷക്കാർക്കാണോ കൊട്ടിയിട്ടുള്ളത്? അതിന് മുമ്പേ ആരെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ. കാരണം കാലഘട്ടം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലമുറക്കാരാണല്ലോ രാമൂട്ടിയാശാനായാലും ബാക്കിയൊക്കെ. ഇപ്പോൾ കൃഷ്ണനാരാശൻ എന്ന് തുടങ്ങിയെന്ന് വേണമെങ്കിൽ അല്ലേ, അരങ്ങ് പരിചയം തുടങ്ങിയെന്ന് പറയാം. വല്ലാണ്ട് ഉണ്ടായിട്ടില്ലെങ്കിലും ചൊല്ലിയാട്ടങ്ങൾക്ക് ധാരാളം ഉണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞു. അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരു വിഷയവും പറഞ്ഞു. പിന്നെ ഗ്രാമുട്ടിയാശാനായിട്ടും ബാക്കിയുള്ള ആശാന്മാരൊക്കെ ആയിട്ട് ചൊല്ലിയാട്ട കളരിയിലെ പരിചയം ഉണ്ടേനും ആദ്യമൊക്കെ തന്നെ. അപ്പോൾ അവരുടെ വേഷങ്ങൾക്ക് കൊട്ടാനുള്ള അവസരം ഏകദേശം ഇപ്പോൾ ഈ മാർഗിയിൽ എത്തിപ്പെട്ടത് ഒരു പക്ഷേ ഈ പാലക്കാട് നിന്ന് തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പോൾ ചെറിയ ദൂരമല്ല. അപ്പോൾ ഈ ഭാഗത്തെ കളികൾക്ക് പങ്കെടുക്കാനുള്ള അവസരം ഒരു പരിധി വരെ കുറവായിരിക്കും. അപ്പോൾ ഇവരുടെയൊക്കെ വേഷങ്ങൾക്ക് ആദ്യമായിട്ട് കൊട്ടിയുന്നത് ആ ഭാഗത്തു നിന്നാണോ? തിരുവനന്തപുരം ഭാഗത്ത് നിന്ന്. ഇപ്പോൾ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന കാലത്ത് ഇപ്പോൾ ആശാൻ്റെ വേഷത്തിൽ കൊട്ടാൻ ഉണ്ടായിട്ടുണ്ടാവില്ല. അവിടെ തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ കുറേ കളികൾ ഒഴിഞ്ഞിട്ടുണ്ട്, പേടിച്ചിട്ട്. വേഷത്തിന് കൊട്ടാൻ പേടിച്ചിട്ട് ഒരുപാട് കളികൾ ഒഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം തീർത്ഥപാദ മണ്ഡപത്തിൽ ഗോപി ആശാൻ്റെ ഒരു 2ാം ദിവസം ഉണ്ടായിരുന്നു. അതിന് കേശവനാശാനാണ് വരേണ്ടത്. അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് പറ്റി, അദ്ദേഹം വന്നില്ല. ഗംഭീര കളിയാണ്. നെല്ലോട് ആശാൻ്റെ കലി, വാസപ്പിഴാടി ആശാൻ്റെ പുഷ്കരൻ, മടവൂർ ആശാൻ്റെ കാട്ടാളൻ ഒക്കെ. അപ്പോൾ ആശാൻ ഒരു അണിയറക്കാരനെ പറഞ്ഞു വിട്ടു മാർഗിയിലേക്ക്, എന്നെ വരാൻ പറയാം. ഗോപിയാശാൻ വൈനൊമ്പി ആശാൻ്റെ കളരിയിലും കൊട്ടിപ്പരിചയം ഉണ്ടാവും. ഉണ്ട്. അപ്പം എനിക്ക് വയ്യാവും, അയാളെ പറഞ്ഞു വിട്ടു. അപ്പോൾ അയാൾ പോയി പറഞ്ഞു കൃഷ്ണാസ് വരാൻ വയ്യാവുന്നു. ഇയാളെന്താ പോയി പറഞ്ഞു വിട്ടു? അല്ല കളിക്ക് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ന് പറയൂ, ഗോപിയാശാൻ പറഞ്ഞിട്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ആ 2ാമത് അയാൾ വന്നു. പിന്നെ വന്നിട്ട് പറഞ്ഞു ഗോപിയാശാൻ വരാൻ പറഞ്ഞു. പേടിയുണ്ടെങ്കിലും പോകാണ്ടിരിക്കാൻ നിർത്തിയില്ലോ. അങ്ങനെ പോയി. അന്ന് 2ാം ദിവസം ഗോപിയാശാൻ്റെ. അപ്പോൾ
ആദ്യമായിട്ടോ? അന്ന് ആദ്യമൊക്കെ അമ്മാവനാണല്ലോ കൊട്ടിക്കൊണ്ടിരുന്നത്. അല്ല, താങ്കൾ കൊട്ടുന്നത് ആദ്യമായിട്ടാണ്? ആദ്യമായിട്ടാണ് മെയിനായിട്ട്. അല്ലാണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ കൃഷ്ണനാരായണന്റെ വേഷം കൊട്ടും പോലെ അന്ന് ഇവിടെ രാമനമ്പുരാച്ചാനും അവരുടെ കൂടെ പോകുമ്പോൾ അങ്ങനെ ഇടയിലൊക്കെ കൊട്ടാൻ നേരമാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് പേടിച്ചിട്ട് പോകാണ്ടിരുന്നു കുറേ. അങ്ങനെയാണ് ഈ ഒരു അവസരം കിട്ടി. അങ്ങനെ കളിക്ക് കൊട്ടി. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പല സ്ഥലത്തും. പക്ഷേ എന്നെ നോക്കി ചൂടാവുന്നില്ല ആശാൻ. അപ്പോൾ ഇടയ്ക്ക് നോക്കിയൊരു ഇളം ചിരിയൊക്കെ ചിരിച്ചു. അപ്പോൾ ഇത് തരക്കേടില്ല എന്നൊക്കെ തോന്നിയത്. അപ്പോൾ അതിൻ്റെ കുഴപ്പങ്ങളൊക്കെ വീണ്ടും ആശാൻ എന്ന സ്ഥലത്ത് വേണ്ടത് കളി കഴിഞ്ഞിട്ടില്ല. അന്ന് ഞാൻ പോയില്ല, അടുത്ത് പോയില്ല. കളി കഴിഞ്ഞ് അവിടെ വിട്ടുപോയി. പിന്നെ ഒരു കളിക്ക് ആർപ്പൂക്കര വെച്ച് കണ്ടപ്പോൾ ആശാൻ പറഞ്ഞു എന്നെ പോലെ ചെയ്താൽ മതി, ധൈര്യമായിട്ട് ചെയ്താൽ മതി പഠിക്കും. പിന്നെയാണ് ഞാൻ രാമൂട്ടി ആശാൻ്റെ ഒക്കെ കളിക്ക് വിളിച്ചാൽ പോകാൻ തുടങ്ങിയത്. ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, അങ്ങനെ പോകാൻ തുടങ്ങിയത്. ആ കാലത്തപ്പോൾ ഗോപിയാശാൻ്റെ വേഷത്തിന് പ്രധാനമായിട്ടും മന്നാടിയാശാൻ അവൻ കൂട്ടുണ്ടാവുക ആ കാലത്തൊക്കെ പ്രത്യേകിച്ച്. അത് കഴിഞ്ഞാൽ ഉണ്ണീഷേട്ടനെ പോലുള്ള ആൾക്കാരാവും. അതിനുശേഷം കൃഷ്ണദാസനിലേക്ക് എത്തുന്നൊരു കാലം. അപ്പോൾ ഈ തുടക്കം സൂചിപ്പിച്ചു, തീർത്ഥപാദ മണ്ഡപമാണ് സൂചിപ്പിച്ചു. അതിനുശേഷം ആശാൻ നിർദ്ദേശിക്കാൻ തുടങ്ങിയിരുന്നു, കൃഷ്ണദാസൻ മതി ഇല്ലെങ്കിൽ വേണം എന്ന് നിർദ്ദേശിക്കാൻ തുടങ്ങിയൊരു കാലം അതായിരുന്നു. അതെ. അതിന് ശേഷമാണ് ഞാനായാലും കുഴപ്പമില്ല. അദ്ദേഹത്തിന് ഗോപിയാശാൻ ഉണ്ണീഷേട്ടനാണ് താല്പര്യം. ഉണ്ണീഷേട്ടനില്ലെങ്കിൽ കൃഷ്ണദാസായാലും പറയാൻ തുടങ്ങി ആ ഭാഗത്ത് വരുമ്പോൾ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വേഷങ്ങൾക്ക് കൂടി പിന്നെ രാമൂട്ടി ആശാനിലേക്ക് കയറി എന്ന് പറയാൻ വേണമെങ്കിൽ ചെന്ന കാലം. പിന്നെ കൃഷ്ണനാരാശൻ്റെ കളരി, അങ്ങനെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അന്ന് രാമൻ നമ്പൂരി ആശാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഏകദേശം ആ കാലഘട്ടത്തിലാണ് നമ്മുടെ സദനം വാസുവേട്ടനൊക്കെ അവിടുത്തെ സ്കൂളിൽ അധ്യാപകനായിട്ട് വന്നിട്ടുണ്ടാവുക. അപ്പം അദ്ദേഹമായിട്ടൊരു ബന്ധം ഉണ്ടായത് മാർഗിൽ ചെന്ന ഉടനെ ഉണ്ടോ അതോ അമ്മാവൻ മൂപ്പരെയും വാസുവാശാനെയും അവിടെയുള്ളൊരു ധൈര്യം കൊണ്ടാണ് എന്നെ മാർഗിലേക്ക് വിട്ടത്, പറഞ്ഞയച്ചത്. തിരുവനന്തപുരത്ത് ഉണ്ടോ? അപ്പോൾ ഞാൻ ശനിയും ഞായറും ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവും. അപ്പോൾ അവിടെ പഠിക്കാൻ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് ക്ലാസ് എടുക്കാൻ പറയും. പിന്നെ അതേ പറഞ്ഞാൽ മേളങ്ങളാണ് കൂടുതൽ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. മേളങ്ങളാണ് കൂടുതൽ. കഥകളിക്കൊട്ട് അങ്ങനെ ഇവിടുന്ന് കോഴ്സ് കഴിഞ്ഞ് പോയത് കൊണ്ട് അന്ന് അദ്ദേഹത്തിന് മഹാഭാഗത്ത് ധാരാളം കളിയുള്ള സമയം ഒരു അടുപ്പിച്ച് ഒരു 10-40 ദിവസമൊക്കെ അടുപ്പിച്ച് കളി ഉണ്ടാവും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോവും. ചിലപ്പോൾ ചെണ്ട കൊണ്ടുപോകാനായിട്ട് പോവും, ചിലപ്പോൾ അല്ലെങ്കിലും കളി കാണാനൊക്കെ ആയിട്ട് കൂടെ കൊട്ടാനുള്ളൊരു അവസരം ഒന്ന് അദ്ദേഹം വെച്ച് പോകുമ്പോൾ കൂടെ കൊട്ടാനും. പിന്നെ ഒരു ഇത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പുറപ്പാടും മേളപ്പും ആണെന്ന് അങ്ങനെയൊക്കെ ഒരു ഇതായി. പ്രത്യേകിച്ച് ആ ഭാഗങ്ങളിൽ മേളപ്പവും നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ കൂടെ കൊട്ടാനൊക്കെ ഒരുപാട് അവസരം കിട്ടി. അദ്ദേഹത്തിൻ്റെ കൊട്ടിൻ്റെ സ്വാധീനം എങ്ങനെയെങ്കിലും കൃഷ്ണദാസൻ്റെ കൊട്ടിൽ വന്നിട്ടുണ്ടോ? എണ്ണങ്ങളിലോ കളിക്കൊട്ടിലോ? ഇപ്പം മേളം പഠിപ്പിച്ചു എന്ന് പറഞ്ഞു, മേളത്തിന് പിന്നെ സ്വന്തമായിട്ടൊരു ഇത് ചെയ്യാനൊന്നുമില്ല, ചെയ്യേണ്ട കാര്യം വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളൂ. നേരെ മറിച്ച് കഥകളിക്കൊട്ടായാലും മേളപ്പതായാലും സാധ്യതകൾ കൂടുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ ഈ വാസുവേട്ടൻ്റെ കളിക്കോട്ട് ഇപ്പോൾ അതുവരെ കേട്ട് ശീലിച്ചിട്ടുണ്ടാവുക അമ്മാമ്മയുടെയും മന്നാടി ആശാൻ്റെയും അച്ഛൻ്റെ ഒക്കെ ഒരു കൂട്ടിൻ്റെ ഒരു ശൈലിയാവും കേട്ടിട്ടും കണ്ടിട്ടും പരിചയം. അതിന് വിഭിന്നമായിട്ടാവും ഒരു പക്ഷേ ആശാൻ ഒന്നാണെങ്കിലും കളരി സദനാണല്ലോ വാസുവേട്ടൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ കളിക്ക് നടക്കുമ്പോൾ കൂടെ കൊട്ടാനായിട്ടും അല്ലെങ്കിൽ ചെണ്ട കൊണ്ടുപോകാനായിട്ടും പോകുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കൊട്ട ഏതെങ്കിലും രീതിയിൽ മേളപ്പദത്തിനോ അല്ലെങ്കിൽ കഥകളി ചെണ്ടയ്ക്കോ സഹായകമായുണ്ടോ? എനിക്ക് അദ്ദേഹത്തിൻ്റെ കൊട്ട് താല്പര്യമാണ്, പക്ഷെ അതുപോലെ അങ്ങനെ തോന്നിയിട്ടില്ല. അത് അനുകരിക്കാനോ അങ്ങനെയൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ വാസുവേട്ടൻ്റെ കൊട്ട് പലപ്പോഴും അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ കേൾക്കുക. ഒന്നും ചെയ്യാണ്ട് 1-2 താളവട്ടങ്ങൾ ഒരു നിൽക്കുന്ന ആൾ, ഇപ്പോൾ തായമ്പകൊക്കെ പ്രത്യേകിച്ചും അനുഭവമുള്ളതാണ്. 3-മത്തെയോ 4-മത്തെയോ താളവട്ടം വരുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നതെന്നൊരു പിടുത്തമില്ലാത്ത സാധനങ്ങളാണ് വരിക. അത്രയും കൺഫ്യൂസ്ഡും ആവും, അനുകരിക്കാൻ പറ്റാത്തതും. അങ്ങനത്തെ 1-2 സന്ദർഭങ്ങൾ എനിക്ക് കൃഷ്ണദാസൻ്റെ കൊട്ടിൽ തോന്നിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് അനുകരിച്ചതാണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ തോന്നാണ്ടായ സാഹചര്യം അതാണോ എന്ന് ചോദിക്കുകയാണ്. എനിക്കിപ്പോൾ വായത്താരൊന്നും പറയാൻ അറിയില്ല. ഞാൻ പലപ്പോഴും പലരോടും സംസാരിച്ചൊരു വിഷയം, ഇപ്പോൾ മേളപ്പദത്തിലെ
ആദ്യത്തെ 2 കലാശം ഉണ്ടല്ലോ, ഇതിൽ പതിഞ്ഞ കലാശം. ആ പതിഞ്ഞ കലാശത്തിൽ കൃഷ്ണദാസൻ കൊട്ടി തുടങ്ങുന്നത് ഇപ്പോൾ തുടങ്ങുക. അത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു പകുതി താളവട്ടം വരെ ഇത് കൈ പോലും നടക്കാത്ത ഒരാൾ കൊട്ടുന്നൊരു പ്രതീതിയാണ് എനിക്ക് തോന്നിയത്. ഇതെന്തെങ്ങനെയൊക്കെ കൊട്ടുന്ന കൃഷ്ണദാസൻ എന്ന് തോന്നിയിട്ടുണ്ട്. ആ പകുതിയിൽ നിന്ന് അങ്ങോട്ടൊരു, എനിക്കത് വായത്താരി പറയാൻ എനിക്കറിയില്ല, അത് കൃഷ്ണദാസനെ പറഞ്ഞാൽ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് രസകരമായിട്ടും തോന്നിയിട്ടുണ്ട്. അത് സന്ദർഭം മനസ്സിലായെന്ന് വിചാരിക്കണം. അതെ 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 അതെ. അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞില്ലേ, ഇപ്പോൾ ആനന്ദൻ തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം ചെയ്യണത് ഇന്ന് ചെയ്യും പോലെ നാളെ ചെയ്യാൻ പറ്റില്ല, അത് അപ്പം ഉണ്ടാവുന്നതാണ്. അതെ, ഞാൻ കുറച്ചൊക്കെ ഇത് പ്ലാൻ ചെയ്ത് കയ്യിൽ വരുത്തിച്ചിട്ടേ പോകാറുള്ളൂ. അപ്പോൾ ഈ നവബോധ കലാശം ഞാൻ മുമ്പ് ഇങ്ങനെ കൊട്ടിയിരുന്ന സമയത്ത് ഒരു ദിവസം അമ്മാവൻ വഴക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം കൊട്ടിയിരുന്നത് ഇങ്ങനെ ആദ്യം കൊട്ടിയത്. അപ്പോൾ ഒരു ദിവസം പല്ലച്ചന കൊട്ടിയപ്പോൾ അമ്മ വിളിച്ച് വഴക്ക് പറഞ്ഞു. താളത്തിൽ പാറ്റണത് കുട്ടിയാൽ പോരാ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ഈ വെറുതെ ആവശ്യമില്ലാത്ത അവിടെ ഇവിടേക്ക് കൊട്ടിയിട്ട് എന്തിനാണ്, ആരാണ് എനിക്കിതൊക്കെ പറഞ്ഞു തന്നെന്ന് വെച്ചിട്ട് ഒരുപാട് വഴക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ വാസുവാശാൻ്റെ അടുത്ത് ഈ വിഷയം പറഞ്ഞു, ഇനി കൊട്ടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂപ്പർ പറഞ്ഞു അത് നന്നായിട്ടുണ്ട് കൊട്ടാം, ആശാൻ അങ്ങനെയൊക്കെ പറയും, ആശാൻ ഈ നേരെ പോകുന്നുള്ളൊരു സമ്പ്രദായമാണ്, അത് കണക്കാക്കണ്ട, കൊട്ടണത് ചെയ്തോളൂ. അപ്പോൾ ഞാനിത് അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയിട്ട് ആണ് ഞാൻ തന്നെ ചെയ്തത്. അപ്പോൾ അത് പിന്നെ വേറെ ഇതുപോലെ ഇപ്പോൾ ആനന്ദം പറഞ്ഞ് എനിക്ക് മനസ്സിലായി. ആ ഇപ്പോൾ കൊട്ടൻ്റെ രീതി അല്ല, ഒരു ഏകദേശം ഒരു പകുതി വരെ ഒരു അരങ്ങേറ്റക്കുട്ടി കൊട്ടുന്ന രീതിയിലൂടെ തുടർന്ന് വന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് ഒരു വലിയൊരു മാറ്റത്തിലേക്ക്, അത് അമ്പരപ്പിക്കുന്ന മാറ്റമാണത്. ഞാൻ ആദ്യമായിട്ട് അത് കേട്ടത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൃപ്പൂണിത്തുറ വെച്ചിട്ടാണ്. ശങ്കരേട്ടനും കൃഷ്ണദാസും കൂടി ഡബിൾ മേളപ്പത ഉണ്ടായി. അന്നാണ് എൻ്റെ മനസ്സിലത് സ്ട്രൈക്ക് ചെയ്തത്. മുമ്പ് കേട്ടിട്ടുണ്ടാവും, ചില സന്ദർഭങ്ങളിലുള്ള ചിലത് മനസ്സിൽ. ഞാനത് അദ്ദേഹത്തിൻ്റെ കൂടെ കൊട്ടുമ്പോൾ അദ്ദേഹം പലതും കൊട്ടി, പലതും കയ്യിൽ വരും, എണ്ണങ്ങൾ മാറി മാറി കൊട്ടും, ഇത് പറയൂല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ പറയും നവബോധെ, അത് പറഞ്ഞാൽ ശരിയാവില്ല കുട്ട, അത് പറയണ്ട, അത് അല്ലാണ്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ആ കാലത്താണ് അദ്ദേഹം ചെമ്പനടിയിൽ കണ്ടനടിയിൽ ടൂറും കണക്കാണെന്ന് കിട്ടത്തിൽ കണക്കിന്ന് കണക്കാന്ന് കൂട്ടും. അപ്പോൾ എനിക്ക് മാറിക്കോട്ടാണെന്ന് അറിയാനും വയ്യ, എനിക്ക് ഈ ഡൂറൊക്കെ ഉള്ളൂ കയ്യിൽ. അപ്പോൾ ഞാനൊരു ദിവസം ചോദിച്ചു, പുലിയന്നൂർ വെച്ചിട്ടാണ് ഇതിപ്പോൾ ഞാനെന്താ ഒന്ന് മാറിക്കൊട്ടുക, കുട്ടനെന്തെങ്കിലും മാറിക്കൊട്ട്. അപ്പോൾ ഞാൻ അപ്പോഴാണ് ഈ ഇന്നതർക്കണക്കാൻ ഇട്ടിട്ട് അങ്ങനെ അവിടെ നിന്നാണ് കൊട്ടാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ കലാശം കൊട്ടി തുടങ്ങുക, കലാശം നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പിന്നെ അദ്ദേഹം അങ്ങനെയൊക്കെ കലാശിച്ചു. പിന്നെ അവിടെ നിന്നാണ് ആ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുത്തത്. അപ്പം ഇതൊക്കെ അദ്ദേഹം പിന്നെ മേളപ്പദം കൂടുതൽ കൊട്ടണത് ഉണ്ണീഷേട്ടൻ്റെ കൂടെയാണ്. ഉണ്ണീഷേട്ടനും പലതും ഉണ്ടാക്കിയിട്ട് തെക്കും വടക്കും ഭേദമില്ലാണ്ട് അതെ 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 ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉണ്ണീഷേട്ടൻ്റെ കൂടെയാണ് കൊട്ടലുള്ളത്. ഇപ്പോൾ വാസുവേട്ടൻ്റെ കൂടെ കൊട്ടിയെന്ന് കൊണ്ടു ധാരാളം. മന്നാടേശൻ്റെ കൂടെ മേളപ്പദം കൊട്ടിയിട്ടുണ്ട്. അച്ഛനുപ്ലാച്ചാൻ കൂടെ കൊട്ടിയിട്ടുണ്ട്. അതെ അല്ലേ. പിന്നെ ആയാങ്കുടി ആച്ചാൻ, കേശവൻ ആച്ചാൻ, വാരണാസി ആച്ചാൻ, കോട്ടയ്ക്കൽ കൃഷ്ണൻകുട്ടി ആച്ചാൻ, ചന്ദ്രൻ ദിവാരേട്ടൻ, ഒരുവിധം കേശവൻ ആച്ചാൻ ഇവിടെയൊക്കെ ഒരുപാട് കുട്ടി. പിന്നെ ബലരാമേട്ടൻ, പിന്നെ ഉണ്ണീഷേട്ടൻ, വിജയേട്ടൻ തുടങ്ങുകയാണല്ലോ. ആ സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ണീഷേട്ടനും ഈ ഭാഗത്തൊക്കെ ഒരുപാടുണ്ടായി നടപ്പത്.